നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ മാറ്റാം എന്നതിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. ഇതിൽ ഞാൻ നാച്ചുറൽ റെമഡീസും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ക്രീമുകളും സജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നാച്ചുറൽ റെമഡി താല്പര്യമില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അതെങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ആരൊക്കെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ അതൊക്കെ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഈ കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവുന്നതെന്ന് ആദ്യം നോക്കാം കേട്ടോ. അപ്പം നമ്മൾ എന്താണ് അതിൻ്റെ റൂട്ട് കോസ് എന്ന് ആദ്യം കണ്ടെത്തിയതിന് ശേഷം വേണം അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് മാറ്റാനായിട്ട് ശ്രമിക്കാനായിട്ട് കേട്ടോ. കാരണം പല കാര്യങ്ങൾ കൊണ്ട് കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവാനായിട്ട് കാരണമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഓവർ വെയ്റ്റ്, നമുക്ക് വെയ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളിൽ പ്രധാനമായിട്ട് അവർ ഉപയോഗിക്കുന്ന ചില മാലകൾ, ചില ഓർണമെൻറ്റ്സ്, വളരെ ടൈറ്റ് ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇടുമ്പോഴത്തേക്കും അവിടെ ഒരച്ചലുണ്ടാകുമ്പോഴത്തേക്കും അവിടെ അങ്ങനെ നമുക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് വരാം. ചില അല്ലാതെയുള്ള ഈ ഇമിറ്റേഷൻ മാലകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അലർജിക് റിയാക്ഷനായിട്ടും കഴുത്തിന് ചുറ്റും കറുപ്പ് ഉണ്ടാവാനായിട്ട് കാരണമാകും. പിന്നെ PCOD പോലെയുള്ള ഹോർമോണൽ ഇഷ്യൂസ്, തൈറോയിഡ്, ഈ പ്രോബ്ലംസ് ഉള്ളവർക്കും കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് വേണം നമ്മൾ വേണ്ട രീതിയിൽ ഒരു റെമഡി കണ്ടെത്താനായിട്ട്, അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. അപ്പോൾ അത് മാറ്റിയെങ്കിൽ മാത്രമേ, ഇപ്പം ഹോർമോണൽ ഇഷ്യൂവോ തൈറോയിഡോ PCOD പ്രോബ്ലമോ ഉണ്ടെങ്കിൽ അത് മാറ്റിയെങ്കിൽ മാത്രമേ, അത് കൺട്രോളായെങ്കിൽ മാത്രമേ ആ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറത്തുള്ളൂ. ഇനി ഓവർ വെയ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെയ്റ്റ് കുറയ്ക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലം ഇല്ലാണ്ടാവത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഷുഗറിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത്, അതായത് ഇൻസുലിൻ ബാലൻസ് ചെയ്യണം. അതും ഒരു പ്രധാന കാര്യമാണ് കേട്ടോ, നമ്മുടെ കഴുത്തിന് ചുറ്റും കറുപ്പുണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട്. പിന്നെ ജനറ്റിക് ആയിട്ട്, അതായത് പാരമ്പര്യമായിട്ട് പണ്ട് വേറെ ആർക്കെങ്കിലും നമ്മുടെ കുടുംബത്തിൽ, അതുപോലെ തന്നെ അങ്ങനെയുള്ള ആർക്കെങ്കിലും ജനറ്റിക് ആയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വരാനായിട്ടും കാരണമാവാറുണ്ട്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് കണ്ടെത്തി അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി എന്തെല്ലാം റെമഡികളാണ് ഞാൻ പറയുന്നത് അതെല്ലാം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ എന്താണ് കാരണം, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഭയങ്കരമായിട്ട് ഒരു കോളറുള്ള ഡ്രസ്സുകളാണ് എപ്പോഴും ഇടുന്നത്, വളരെ ടൈറ്റായിട്ട്, അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് മാറ്റാനായിട്ട് ശ്രമിക്കണം. അതുപോലെ ഇൻസുലിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. വെയിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കാനായിട്ട് നോക്കണം. അതുപോലെ നമ്മൾ ഇടുന്ന മാല കൊണ്ടാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഓർണമെൻറ്റ്സിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും നമ്മൾ മാറ്റാനായിട്ട് നോക്കണം. അതുപോലെ ഹോർമോണൽ ഇഷ്യൂസും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട്. ഇനി ഇത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് മനസ്സിൽ വെക്കുക. ചിലവർക്ക് ചില മെഡിസിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻസ് വരാറുണ്ട്, കഴുത്തിന് ചുറ്റും കറുപ്പ് വരാം. അപ്പോൾ അതൊക്കെ നമ്മൾ ഓർത്ത് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണോ നമുക്ക് വരുന്നതെന്നല്ല ചിന്തിച്ചിട്ട് വേണം അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കത് മാറത്തുള്ളൂ കംപ്ലീറ്റ് ആയിട്ട്. അല്ലാതെ നമ്മൾ അതൊന്നും കൺട്രോൾ ചെയ്യാതെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ട് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് പൂർണ്ണമായിട്ട് മാറത്തില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി എങ്ങനെ നമുക്കിത് പരിഹരിക്കാമെന്ന് നോക്കാട്ടെ. അപ്പോൾ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള റെമഡിയാണ് നമ്മൾ നോക്കുന്നതാണ്. നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറ്റാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന 2-3 കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പപ്പായയാണ്. പപ്പായ നമ്മൾ നല്ല പഴുത്ത പപ്പായ എടുക്കുക, അതിലേക്ക് കടലമാവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നല്ല തിക്കാക്കിയ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരിക. കുറച്ച് തേനും കൂടെ അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ ഈ കഴുത്തിന് ചുറ്റും മാത്രമല്ല, നമ്മുടെ കൈയുടെ മുട്ടിലുണ്ടാകുന്ന വളരെ തിക്കായിട്ടുള്ള കറുപ്പ് കളർ, ആ പിഗ്മെൻറ്റേഷൻ, കാലിൻ്റെ മുട്ടുകളിൽ ഉണ്ടാവുന്നത്, അങ്ങനെയുള്ള ആ പിഗ്മെൻറ്റേഷനൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ നല്ല തിക്ക് പേസ്റ്റായിട്ട് കഴുത്തിന് ചുറ്റും തേക്കുക. അപ്പോൾ കടലമാവും അരിപ്പൊടിയും പപ്പായ, നല്ല പഴുത്ത പപ്പായയുടെ പൾപ്പുമാണ് കേട്ടോ വേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ കഴുത്തിന് ചുറ്റും തേക്കുക. തേനും കൂടെ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ കൈയുടെ മുട്ടിലും കാലിൻ്റെ മുട്ടിലുമൊക്കെ നല്ല തിക്ക് ലെയറായിട്ട് ഇടുക. അതൊന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ വളരെ ലൈറ്റായിട്ട് ഒന്ന് നനച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കടലമാവിലാണെങ്കിലും അരിപ്പൊടിയിലാണെങ്കിലും പപ്പായയിലാണെങ്കിലും വൈറ്റനിങ് ഏജൻറ്റുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്കിന്നിലുള്ള ഈ പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും.
നമ്മൾ തേൻ യൂസ് ചെയ്യുമ്പോൾ അത് നല്ല മോയ്സ്ചറൈസറും കൂടെയാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും സഹായിക്കും. ഇത് നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കാവുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് ഇട്ടതിന് ശേഷം കഴുകി കളഞ്ഞിട്ട് നമ്മളിപ്പോൾ കഴുത്തിൻ്റെ അവിടെയാണെങ്കിലും കൊള്ളാം, കാലിൻ്റെ മുട്ടിലായാലും കൈയുടെ മുട്ടിലാണെങ്കിലും ഒരു മോയ്സ്ചറൈസറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ അവിടെ മോയ്സ്ചർ ലോക്ക് ചെയ്യണം, അവിടെ ഡ്രൈ ആവാനായിട്ട് അനുവദിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇതാണ് ഒരു പാക്ക് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതാണ് പുളി എന്ന് പറയുന്നത്, വാളംപുളി എന്ന് പറയുന്നത്. അതിൻ്റെ പൾപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. വാളംപുളി എന്ന് പറയുന്നത് ഇത്തിരി അസിഡിക്കാണ്, ടാറ്റാറിക് ആസിഡാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇത് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. ഇത് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനും ആ പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ പുളി ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ എടുത്തിട്ട് കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. കുതിർന്ന് കഴിയുമ്പോൾ അത് നല്ലപോലെ പൾപ്പാക്കി എടുക്കുക. ഇതിലേക്കും അരിപ്പൊടിയും കടലമാവും കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം കുറച്ച് തേനും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു പൊട്ടറ്റോയുടെ പകുതി എടുത്ത് അരച്ച് അതിൻ്റെ ഒരു പൾപ്പ് ലാസ്റ്റ് വരുന്ന ആ സ്റ്റാർച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊട്ടറ്റോയും നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ്. ഇത് നമുക്ക് നമ്മുടെ കഴുത്തിന് ചുറ്റും കൈയുടെ മുട്ടിലും കാലിൻ്റെ മുട്ടിലും ഒക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല തിക്ക് ലെയറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഡ്രൈ ആയി കഴിയുമ്പോൾ 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും. നല്ല ഡ്രൈ ആവണ്ട, ഒരുവിധം ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ലൈറ്റായിട്ട് മസാജ് ചെയ്യുക. വളരെ ലൈറ്റായിട്ട് മാത്രം മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ട് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഈ മാസ്ക് എന്ന് പറയുന്നത് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇത് വളരെ ഇഫക്റ്റീവാണ്. നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് പൊട്ടറ്റോ ഉണ്ട്, അതുപോലെ തന്നെ വാളംപുളി ഉണ്ട്. ഇതെല്ലാം നല്ല ബ്ലീച്ചിങ് എഫക്റ്റ് തരുന്നതാണ്. അവിടെയുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും സഹായിക്കും. ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ കിട്ടും. കടലമാവും അരിപ്പൊടിയും എല്ലാം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയും തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, ഒരു പാക്കാണിത്. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് തരുന്ന ഒന്നാണ്. ഇത് മുഖത്തൊന്നും അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മുഖത്ത് കുറച്ച് കരിവാളിപ്പം ഉണ്ട് അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെന്നാൽ മുഖത്തേക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. എന്തായാലും പറഞ്ഞതല്ലേ എന്ന് കരുതി മുഖത്തൊന്നും വാരി അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഇത് കഴുത്തിന് ചുറ്റും കൈയുടെ മുട്ടിലും കാലിൻ്റെ മുട്ടിലും ഉള്ള ഭാഗത്താണ് നമ്മുടെ ബോഡിയിലുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് സഹായിക്കുന്ന ഹോം റെമഡീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അല്ലാതെ ഇനി ഈ ഹോം റെമഡി ഒന്നും പറ്റില്ല, എനിക്ക് ഒരു ക്രീം തന്നെ വേണം, എന്നാൽ സേഫായിട്ടുള്ളൊരു ക്രീം തന്നെ ആയിരിക്കണം, അത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് സഹായിക്കുന്നതുമായിരിക്കണം എന്നുള്ളവർക്ക് ഞാനൊരു 2 ക്രീം പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ക്രീം എന്ന് പറയുന്നത് കോജിവിറ്റിൻ്റെ ക്രീമാണ്. കോജിവിറ്റ് എന്ന് പറഞ്ഞ ക്രീമാണ്. ഇതിനകത്ത് കോജിക് ആസിഡാണ് പ്രധാനമായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ആർബുറ്റിൻ അടങ്ങിയിട്ടുണ്ട്, മൾബറി എക്സ്ട്രാക്റ്റും അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ കേട്ട ഉടനെ പോയി വാങ്ങി ഉപയോഗിക്കുകയല്ല, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്നും കൃത്യമായിട്ട് കേട്ടിട്ട് വാങ്ങി യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ട് സഹായിക്കും. കോജിക് ആസിഡ് എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട്. അതുകൂടാതെ ആർബുറ്റിനും അടങ്ങിയിട്ടുണ്ട്. അതും വളരെയധികം പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇത് വൈറ്റമിൻ ഇ ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെയധികം ഇഫക്റ്റീവായിട്ടുള്ളൊരു ക്രീമാണ്. ഇത് നമുക്ക് നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനും കാൽമുട്ടിലേക്ക് പിഗ്മെൻറ്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ആഴ്ചയിൽ 1 ദിവസം വെച്ച് മാത്രം ഉപയോഗിച്ച് തുടങ്ങുക. അതായത് ഈ ക്രീം എടുക്കുക, രാത്രിയിൽ വേണം ഉപയോഗിക്കാനായിട്ട്. രാത്രിയിൽ വളരെ കുറച്ച് സൈസിലെടുത്താൽ മതി. നമ്മുടെ കഴുത്തിന് ചുറ്റുമുള്ള പിഗ്മെൻറ്റേഷനിൽ നല്ലതുപോലെ ക്ലെൻസ് ചെയ്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇതിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യണം. കാരണം ഇത് ചിലപ്പോൾ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ നമ്മളിത് കൂടുതലായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിതിൽ സ്കിന്നൊക്കെ ഒന്ന് പീലാവാനും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ചില റെഡ്നെസ് ഒക്കെ ഉണ്ടാവാൻ കാരണമാവും. അപ്പോൾ നമ്മൾ അവിടെ ഡ്രൈ ആക്കി വെക്കാൻ പാടില്ല. ഇത് അപ്ലൈ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു കുറച്ച് മോയ്സ്ചറൈസറും കൂടെ ഇപ്പം കഴുത്തിന് ചുറ്റുമാണെങ്കിലും ഇത് അപ്ലൈ ചെയ്യുന്ന എവിടെയാണല്ലോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. പിറ്റേ ദിവസം നമ്മൾ ഇതൊക്കെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ക്രീമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം സൺ എക്സ്പോഷർ ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ഈ പിഗ്മെൻറ്റേഷൻ കൂടാനാണ് കാരണം ഉണ്ടാവുക. അതുപോലെ തന്നെ സൺ ബേൺ ഒക്കെ വരാൻ കാരണം അവിടെ സെൻസിറ്റീവ് ആവുന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് നമ്മളൊരു സൺസ്ക്രീൻ കഴുത്തിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്.
ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിനുശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം തുടക്കക്കാർ ഇത് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇറിറ്റേഷൻസോ വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾക്ക് 2 ദിവസം വെച്ച് ഇത് ഉപയോഗിക്കാവുന്നതാണ്. 1-2 ദിവസം കൊണ്ട് ചേഞ്ച് ഒന്നും വരില്ല. ഏത് സ്കിൻ കെയർ ഇൻഗ്രീഡിയൻ്റ് ആണെങ്കിലും നമ്മൾ 3 മുതൽ 4 മാസം വരെ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ അത്രയും നാൾ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആദ്യമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ക്രീം ഉപയോഗിക്കാതെ സ്റ്റോപ്പ് ചെയ്യുക. ഡോക്ടറിനെ കണ്ടതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ക്രീം ചിലപ്പോൾ പെട്ടെന്ന് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 ദിവസം, ഒരു ദിവസത്തിൽ തുടങ്ങി പിന്നീട് 2 ദിവസം നിങ്ങൾക്ക് ആഴ്ചയിൽ ഉപയോഗിക്കാം. മോയ്സ്ചറൈസറും പിറ്റേ ദിവസം ഒരു സൺസ്ക്രീനും ഉപയോഗിക്കാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമത്തെ ക്രീം എന്ന് പറയുന്നത് നിഗ്രി ഫിക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ തന്നെ അതിനകത്ത് ലാക്റ്റിക് ആസിഡ് 10% ആണ് അടങ്ങിയിരിക്കുന്നത്, യൂറിയ അടങ്ങിയിട്ടുണ്ട്, റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കണം. പ്രഗ്നൻസിയിലും മറ്റും റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ടൈമിൽ ഈ 2 ക്രീമും ഉപയോഗിക്കരുത്. അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് യൂറിയ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയും അതുപോലെ തന്നെ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെയും ഇതും വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. അപ്പം ഈ ക്രീമും നിങ്ങൾക്ക് കഴുത്തിന് ചുറ്റും, കൈയുടെ മുട്ടിലും കാലിൻ്റെ മുട്ടിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഇത് റിസൾട്ട് തരുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഇതും ആദ്യം ഒരു ദിവസം അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ പിന്നീട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസം അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ ആഴ്ചയിൽ. ഞാൻ പറഞ്ഞു 3 മുതൽ 4 മാസം വരെ തുടർച്ചയായി അപ്ലൈ ചെയ്താൽ മാത്രമേ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് 2 ക്രീമും വളരെ ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ 2 ക്രീമുകളും അതുപോലെ ഞാൻ പറഞ്ഞ നമ്മുടെ ഹോം റെമഡീസും ഒക്കെ തന്നെ ഈ കഴുത്തിന് ചുറ്റുമുള്ള ഈ കറുപ്പ് മാറാനായിട്ട് സഹായിക്കുന്ന സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കുക, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നോക്കുക. ഇതൊക്കെ കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ കഴുത്തിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.